അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആരായിരുന്നു RSSനെതിരെ അവിടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? ആ കാലത്താണല്ലോ ഇവരുടെ പ്രസിഡന്റ് പിന്നീട് പറഞ്ഞത്, വെളിപ്പെടുത്തിയത്. ഞാനായിരുന്നു RSS ശാഖക്ക് സംരക്ഷണം നൽകിയത്, അതിന് ആളുകളെ അയച്ചത് ഞാനായിരുന്നു, അത് മാർക്സിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹം എല്ലാം കൂടി പ്രസിഡന്റാക്കിയ ആളായിരുന്നല്ലോ. അതായിരുന്നു അന്നത്തെ കണ്ണൂരിന്റെ അവസ്ഥ. അവിടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ എന്നെ RSS എങ്ങനെയാണ് കണ്ടിട്ടതെന്നും എല്ലാവർക്കും അറിയാം. ഞാനത് നേരത്തെ ചില ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. അവരുടെ ആക്രമണം ഏത് ഘട്ടത്തിലും വരാമെന്നുള്ള നില ഉണ്ടായിരുന്നു എന്നത് അന്ന് കണ്ണൂരിലുള്ള എല്ലാവർക്കും അറിയാം. അതിൽ ആക്രമണത്തിന്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാര്യം. ഇപ്പോൾ കുറച്ച് ദശാബ്ദം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് നുണയും അവതരിപ്പിക്കാം. നുണയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നുണയും പറയാം എന്ന നില വന്നു ചേരുന്നതാണ്. പക്ഷേ അല്ല, നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞതിന് വല്ലാതെ വിഷമായി നിങ്ങൾക്ക്. ഞാനിത് പറയാൻ പാടില്ലാതിരുന്നു വിചാരിക്കുന്നുണ്ടോ? എന്തോ കുറച്ച് വിഷമമുണ്ടായതുപോലെ ഉണ്ടല്ലോ. ഞാനുള്ള വസ്തുത പറയാം. ആ വസ്തുതയാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ആരാ RSSുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ വീണ്ടും അത് പറയാൻ നോക്കണം. എന്താ നിങ്ങളെപ്പോലുള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? പഠിക്കാൻ തയ്യാറാകുന്നില്ലേ? അല്ല വേറെ എന്തെങ്കിലും വേണ്ടി പറയുകയാണ്? ഈ കാലം തന്നെ എടുത്തു നോക്ക്. ആരാണ് RSSുമായി ബന്ധപ്പെട്ടത്? അന്ന് സഖാവ് EMS നല്ല രീതിയിൽ കേരളത്തിന്റെ പൊതുവായ ജനസമ്മതനല്ലേ. പക്ഷേ EMSനെ പട്ടാമ്പിയിൽ തോൽപ്പിക്കാൻ ആരുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടത്? അതിനുവേണ്ടിയല്ലേ അവിടുത്തെ കോൺഗ്രസ് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തത്? പിൻവലിക്കുക മാത്രമാണോ? EMSനെതിരെ പ്രചരണം നടത്താൻ വേണ്ടി ആ കാലത്ത് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവായ ദേവദായൻ ഉപാധ്യായ വന്നില്ലേ? ഇതെല്ലാം ചരിത്രമല്ലേ. കുറച്ചു നാൾ കൂടി കഴിഞ്ഞ് പാലക്കാട് AKG അവിടെ മത്സരിക്കുന്നു പാർലമെന്റിലേക്ക്. എന്താ സംഭവിച്ചത്? അവിടെ കോൺഗ്രസിനും RSSനും എല്ലാം കൂടി ഒരു സ്ഥാനാർത്ഥി. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? രണ്ടു കൂട്ടർക്കും ഒരു സ്ഥാനാർത്ഥി. ആരായിരുന്നു സ്ഥാനാർത്ഥി? കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു, RSSന്റെ ജില്ലാ കാര്യവാഹ്. ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തവര്, ഇതെല്ലാം ചെയ്ത് നമ്മുടെ നാടിന് മുന്നിൽ കാണിച്ചവര്, ആ കാലത്തും പിന്നീടും ഇക്കാലത്തും നാളെയും വർഗീയതക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഞങ്ങൾക്കും ഇടതുപക്ഷത്തിനും LDFനുമെതിരെ പ്രചരണം നടത്തിയാൽ ചെലവാകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ആ പണിയില്ല. ഞാൻ സാധാരണ പറയാറുള്ളൊരു വാചകം വീണ്ടും പറയാണ്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. അതിലപ്പുറം ചെയ്തെന്താണ്?